ഹലോ ഗായ്സ്, മോട്ടോ ആൻഡ് ടെക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇന്ന് പുതുതായി റിലീസായ ഹോണ്ട ഹോർനെറ്റ് 2.0 ആണ്. ഇതിന് വന്നിട്ട് ഹോണ്ട പുതുതായി ഉള്ളൊരു ഫേസ് ലിഫ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസിലോട്ട് കിടക്കാം. ഇത് പവർ ചെയ്തിരിക്കുന്നത് 184.40cc സിംഗിൾ സിലിണ്ടർ SI എഞ്ചിനാണ്. ഇതിൻ്റെ പവർ ഫിഗേഴ്സ് നോക്കാൻ പോയത് 12.7 at 8000 RPM ആൻഡ് 16.1 ന്യൂട്ടൺ മീറ്റേഴ്സ് at 6000 RPM ആണ്. ഇതിൻ്റെ ഫ്യൂവൽ കംപ്രഷൻ നോക്കാൻ പോയാൽ 9.5:1 ആണ്. ഇത് കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു 5 സ്പീഡ് ട്രാൻസ്മിഷനിലോട്ടാണ്. എഞ്ചിൻ നിങ്ങൾ മുന്നേയും കണ്ടു കാണും. യെസ്, ശരിയാണ്. ഇത് വന്നിട്ട് പഴയ ഹോർനെറ്റിൻ്റെ 160cc ബോർഡ് ഔട്ട് എഞ്ചിനാണ്. അതുമല്ലാതെ ഇതിൻ്റെ പുതിയ ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കാം. പുതിയ ഫീച്ചേഴ്സ് നോക്കിയാൽ തന്നെ ഇതിൻ്റെ ഓവറോൾ സ്റ്റൈലിംഗ് ആണ്. ഇതിൻ്റെ കംപ്ലീറ്റ് സ്റ്റൈലിംഗ് തന്നെ ഒരു ഫേസ് ലിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. ഇത് വന്നിട്ട് ഫസ്റ്റ് ഇൻ സബ് 200cc കാറ്റഗറി സെഗ്മെൻറ്റിൽ വരുന്ന ആദ്യത്തെ ബൈക്കായിരിക്കും അപ്സൈഡ് ആൻഡ് ഫോക്സിൽ. അതിൽ അതിൻ്റെ ഫ്രണ്ട് ഫോക്സ് തന്നെ ഗോൾഡൻ കളേഴ്സ് കൊടുത്തിട്ടുള്ളത് കാരണം ഒരു നല്ലൊരു അട്രാക്റ്റീവ് ലുക്കാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് ഇതിനെ ഹോണ്ട വിളിക്കുന്നത് ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ എന്നാണ്. നോർമലി പറയാൻ പോയാൽ നെഗറ്റീവ് ഡിസ്പ്ലേ. പിന്നെ ഇതിന് 5 ലെവൽ ഓഫ് ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ്മെൻറ്റും കൂടെ ഹോണ്ട കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ കൊടുത്തിരിക്കുന്ന ചില ഇൻഫർമേഷൻസ് നോക്കിയാൽ കഴിഞ്ഞാൽ ബാറ്ററി, വോൾട്ട് മീറ്റർ, അതോടൊപ്പം തന്നെ ഗിയർ ഇൻഡിക്കേറ്ററും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റിയറിൽ നോർമൽ ആയിട്ടുള്ള മോണോസോക്ക് സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിലും ബാക്കിലും ഡിയോൾ പെഡൽ ഡിസ്ക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഡിസ്ക് നോക്കി കഴിഞ്ഞാൽ 276 mm ഫ്രണ്ടിലും 220 mm റിയറിലും. ഈ വണ്ടിയിൽ വേറെ ഓവറോൾ ലുക്ക് നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് LED കൊടുത്തിരിക്കുന്നത്. ലൈറ്റ്സ് എല്ലാം ഫ്രണ്ട് ഹെഡ്ലൈറ്റ് LEDs ആണ്. അതോടൊപ്പം തന്നെ റിയറും LED ആണ്. പ്ലസ് ഹോണ്ടയുടെ തന്നെയായ CB300 കണ്ടൽ പോലെ തന്നെ ഫുൾ ട്വിങ്കേഴ്സ് LED കൊടുത്തിരിക്കുന്നത്. പറയാൻ പോയാൽ നമ്മുടെ സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് LED കൊടുത്തിരിക്കുന്നത്. പിന്നെ വേറൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ കീ കൊടുത്തിരിക്കുന്നത് ടാങ്കിലാണ്, മുന്നേ പോലെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലല്ല. സോ അത് കാരണം തന്നെ ഇതിനെ കുറച്ചും കൂടെ ലുക്കും തന്നെ കുറച്ചും കൂടെ മാറിയിട്ടുണ്ട്. അതിൻ്റെ ടാങ്ക് കണ്ടാൽ അറിയാൻ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പുഷപ്പായും അതോടൊപ്പം തന്നെ കുറച്ചും കൂടെ വൈഡനായിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ റൈഡിങ് ഡൈനാമിക്സ് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഫ്രണ്ട് ഫോർവേഡ് സെറ്റിലാണ് കുറച്ച് സെറ്റ് ചെയ്തിരിക്കുന്നത്. ബട്ട് പഴയ വെർഷനിൽ നോക്കുമ്പോഴത്തേക്കും പുതിയ ഹോർനെറ്റ് 2.0 സീറ്റ് വന്ന് സ്പ്ലിറ്റ് സീറ്റ്സ് ആക്കിയിട്ടുണ്ട്. ഇത് വന്നിട്ട് കുറച്ചും കൂടെ ഒരു സ്പോർട്ടി ഫീൽ ആൻഡ് ലുക്ക് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റി 12 liters ആണ്. പിന്നെ അതുമല്ലാതെ ഇത് വരുന്നത് സിംഗിൾ ചാനൽ ABS-ലാണ്. ഇത് വരുന്നത് 4 കളേഴ്സിലാണ്: മാറ്റ് റെഡ്, മാറ്റ് ബ്ലൂ, മാറ്റ് ബ്ലാക്ക്, അതോടൊപ്പം തന്നെ ഗ്ലോസി ബ്ലാക്ക്. പിന്നെ ഇതിൻ്റെ റിയർ സെക്ഷനിൽ നോക്കാൻ പോയാൽ പഴയ ഹോർനെറ്റിൻ്റെ അതേ ഡിസൈൻ തന്നെ ഇത് ഷെയർ ചെയ്തിട്ട് ചെറിയ ഒരു ഡിസൈൻ ചേഞ്ചസ് ഒക്കെ വരുത്തിയിരിക്കുകയാണ്. റിയറിൽ നോക്കിക്കഴിഞ്ഞാൽ എയർ ഇൻടേക്ക് പോലെയൊക്കെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഫ്രണ്ട് ടാങ്കിൽ നോക്കാൻ പോയാലും എയർ ഔട്ട്ലെറ്റും കൂടെയും കൊടുത്തിട്ടുണ്ട്. ഇത് ഹോണ്ട പറയുന്നത് അവരുടെ റൈഡിങ് ഡൈനാമിക്സ് വന്നിട്ട് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഇതിൻ്റെ ടയർ സൈസ് നോക്കാം. ടയർ നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ടിൽ വന്നിട്ട് 110/70 സെക്ഷനും റിയറിൽ വന്നിട്ട് 140/70 സെക്ഷനാണ്. നെക്സ്റ്റ് ഇതിൻ്റെ പ്രൈസ് എന്താണെന്ന് യെസ്, എക്സ് ഷോറൂം പ്രൈസ് ഇൻ കേരള വന്നിട്ട് 1,33,000 ആണ്. സോ താങ്ക് യു ഗൈസ്. സോ കൂടുതൽ മോട്ടോ ആൻഡ് ടെക് വിവരങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് ഞങ്ങളെ വീണ്ടും കൂടുതൽ സപ്പോർട്ട് ചെയ്യുക.